ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിച്ചോളൂ. അപ്പൊ നമുക്ക് ഈ ഗ്രോസിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ റൗണ്ട് സൈഡ് തന്നിട്ടുണ്ട്, റിങ്കിൾഡ് സൈഡും തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിൽ ഗമേറ്റ്സ് ഫോം ചെയ്യാൻ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഗമേറ്റ് ആർ എടുത്തു, സ്മോൾ ആറിൽ നിന്നും അടുത്ത ഗമേറ്റ് നമ്മൾ എടുത്തു, ഒരു ആണ് വരിക അല്ലെ. ഇനി ഇത് രണ്ടും കൂടെ ഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉരുണ്ട വിത്ത് കിട്ടും, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സോ ഫസ്റ്റ് ആൻസർ നമുക്ക് കിട്ടി, 1 ആർ എന്നുള്ളത്, 2 ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി ഉണ്ടാവുന്ന അടുത്ത ജനറേഷനിൽ ഏതൊക്കെ ഉണ്ടാവുന്നതാണ്. സോ ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ആൻഡ് ദിസ് വൺ നമുക്ക് എന്ത് ചെയ്യും, സ്മോൾ ആർ സ്മോൾ ആർ. അപ്പൊ എല്ലാത്തിനെയും ലെറ്റേഴ്സ് ഗമേറ്റ്സ് നമുക്ക് കിട്ടി. ഇനി ഗമേറ്റ് നിന്ന് ഫോം ചെയ്ത ഓഫ് സ്പ്രിങ്സും നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകട ഗുണം അല്ലെങ്കിൽ ഡോമിനന്റ് ക്യാരക്ടർ ഏതാണെന്നാണ്. ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ റൗണ്ട് സീഡ് എന്നുള്ളതാണ് അല്ലെ, ഉരുണ്ട വിത്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ഡോമിനന്റ് ക്യാരക്ടർ. ഇനി വൈ ഡസ് റിസസീവ് ട്രൈറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. ഒന്നാം തലമുറയിലെ ഗുപ്തഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഒന്ന് എന്താണ്, ഡ്യൂറിംഗ് ഗമേറ്റ് ഫോർമേഷൻ, ഗമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ എ പെർട്ടിക്കുലർ ക്യാരക്ടർ സെഗ്രിഗേറ്റ് വിത്തൗട്ട് മിക്സിംഗ് ആവാതെ ഓരോ ക്യാരക്ടറും എന്ത് ചെയ്യുന്നു, സെഗ്രിഗേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഓരോന്നും ജോഡി പിരിഞ്ഞ് ഓരോ കോശങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത് മാറി വരുന്നതിനുള്ള കാരണം. സോ റീസൺ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്.